ഇന്നലെ കുടുംബവിളക്ക് ആ പെണ്ണിന് വേറെ അവിഹിതമുണ്ടോ നോക്കണത്. ബിന്ദു മറ്റുണ്ടല്ലേ, ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും, ഞാൻ മാത്രം കണ്ടിട്ടില്ല. കാണട്ടെ. തുടങ്ങി. അയ്യോ ദേവേട്ടത്തി കരയല്ലടി, പാവ ദേവേട്ടത്തി. അയ്യോ മകൾ ഓടിച്ചോടിപ്പോയില്ലേ. എന്റെ കരച്ചില് കാണുന്നോക്ക് സങ്കടം വരുന്നു. ഓ സൽമാനെ സൗണ്ട് വെച്ച എന്റെ അമ്മേ, ഒന്നും കാണാൻ പറ്റണില്ല. സൈക്കോപ്പും പറ്റില്ല. കണ്ണു ഇങ്ങനെ ബളബളാ സംസാരിക്കണേ, എനിക്ക് മാത്രം കേട്ടാ പോരെ. ഞാൻ കുത്തി നോക്കണ്ടല്ലോ, കുറച്ച് സൗണ്ട് വർക്ക്. എന്താന്നമ്മ ഇങ്ങനെ കാണാൻ സമ്മതിക്കൂല നിങ്ങള്. പുതിയ എപ്പിസോഡാണേ. അത് പുതിയ എപ്പിസോഡാണെങ്കിലേ ഇതും പുതിയ എപ്പിസോഡാ. ഈ കുടുംബവളക്കിൽ ആ പെണ്ണ് തിരിച്ചു വരൂലേന്ന് അറിയേണ്ട മനുഷ്യന്. എന്താ വെച്ചിട്ടാണ് ഇത്? ആ സൈക്കോപ്പും പറ്റ കാർട്ടൂൺ ഉണ്ടല്ലോ. എന്തോന്നും മമ്മ നിങ്ങൾക്ക് വേണമെങ്കിൽ സൗണ്ട് ആണ് കൂട്ടിട്. ചേട്ടാ ഇതൊന്ന് കേൾക്കാൻ സമ്മതിക്ക്. കരയല്ലേ മകള് കാട്ടി തിരിച്ചല്ലേ. കരച്ചിലാണ് ബുക്ക് കരച്ചിൽ കാര്യാതിരിക്കേ. അറബേ ഞാൻ ഈ വിഷമാരോട് പറയൂ. എന്നോട് പറഞ്ഞ വിഷമേ അല്ല മണി. ഇതേ വെട്ടത്തി കരയണോ ചെന്ന് നോക്ക്. എന്നിട്ട് വാ മമ്മാന്റെ കുട്ടിക്ക് അത് കാണിച്ചരാ. അപ്പച്ചി മനസ്സിലാക്കും ഇതിന്റെ കഥ എന്താണെന്ന്. എനിക്കൊന്നും കണ്ടേ, മമ്മനെ കണ്ടാ മതി. മമ്മാന്റെ കുട്ടിക്കിട്ട് വാ, ഇവിടെ ഇരിക്ക്, മമ്മ കാണിച്ചരാ. ഒന്ന് കാണട്ടെ, ഇഷ്ടപ്പെട്ടില്ല ഞാൻ പോട്ടാ. ഇത് ബൈക്കാ, ഇവിടെ ഇരിക്കും. അയ്യോ ഈ ചേച്ചി എങ്ങനെ കരയണ്. അതാടെ സൽമാനെ ഞാൻ പറഞ്ഞു. മമ്മാന്റെ കുട്ടി ഇത് കണ്ടില്ലേ, എന്ത് കരച്ചിലാ. ദേവേട്ടത്തി കരയണു. ദേവേട്ടത്തി എന്നാ വരി. ദേവേട്ടത്തി എന്തിനങ്ങനെ കരയണുക്കും വിഷമം തന്നെ. അതതിന്റെ മകളെ കല്യാണം ഉറപ്പിച്ചിട്ട് വേറൊരാളുടെ കൂടെ ഒളിച്ചോടി. അതിനാണ് കിടന്ന് കരയണു. നമ്മക്ക് അനുഭവമൊക്കെ വന്നീന മമ്മ എന്താ കാട്ട. ഞാൻ ഇന്റെ ഏത് മകളെ വിചാരിക്കണ്ട്. എന്റെ അമ്മേനെന്ന് വിചാരിക്ക. ഓൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കി ഉണ്ടല്ലോ, മുറ്റത്ത് കിടക്കണ മൂണ്ടവാടി എടുത്തിട്ട് ആ വീട്ടിൽ ചെന്നിട്ടുള്ള തലമണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും. ഒറ്റനെ പണി പോലെയാ. മമ്മ അങ്ങനെ വിചാരിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ദേഷ്യപ്പെടിയാൻ പറഞ്ഞിട്ടില്ലല്ലോ. ആ ദേഷ്യം കുറച്ചിട്ട് ആ ടിവിയിലുള്ളത് കാണും. ഇങ്ങനെ കരയല്ലേ. നിങ്ങളെവിടെ? കാണാൻ ശ്രമിക്കും. ഇപ്പൊ വിളിച്ചിട്ടേ നിങ്ങള് റെഡിയായി നിക്കാൻ പറഞ്ഞു. ഇക്കറിയില്ല സൽമാനെ, റെഡിയായി നിക്കാൻ പറഞ്ഞു. അല്ലാതൊക്കൊന്നും അറിയില്ല. എന്തിനാണോ അബൂക്ക് റെഡിയായി നിക്കാൻ പറയണേ? എങ്ങോട്ടെങ്കിലും പോവാനായിരിക്കും. പിന്നെ ഇപ്പൊ പോയിട്ടും ബാക്കിയ കാര്യം. ഇപ്പൊ ഇഷ്ടനായോണ്ട് വായും പൊളിച്ചിക്കണ്. കുട്ടിക്കാരെ മനസ്സിലായി. ഇപ്പൊ അങ്ങനെ നല്ലട്ടോ, നിങ്ങള് വെറുതെ പറയുന്നു വേണ്ട. എന്താ ചാവട്ടെ. അടച്ചള അല്ലെങ്കിൽ ഈച്ച കയറും. പോടാ അവിടുന്ന്. ഇങ്ങട്ടാണ് പോണ്ടേ. ചെറുക്ക എന്നെ നീ നല്ല മേടിക്ക. ഇമ്മാരങ്ങനെ കളിയാക്കാനൊന്നും പറ്റത്തില്ല. എന്റെ സ്വഭാവം വെച്ച് അതും ചെയ്യും. ഇമ്മമാക്ക് മനസ്സിലായി കാര്യം. അല്ല ബുക്ക് എന്തിനാ മാറ്റി നിക്കാൻ പറഞ്ഞേ? എന്താണെന്നൊന്നും അറിയില്ലമ്മ, എന്നാലും വായി നമുക്ക് മാറ്റിക്കാം. വല്ല സർപ്രൈസ് ആണെങ്കിലോ? ചെലപ്പോ സർപ്രൈസ് ആയിരിക്കും. വായോ, നമുക്ക് ഡ്രസ് മാറ്റാം. അതെ. ഇമ്മ നിങ്ങൾ വേറെ ഏതെങ്കിലും ഡ്രസ് ഇട്ടാ ഈ പർദ്ദയും തട്ടോ ഇട്ടിട്ട് വരണ്ടേ? ഞാൻ തരാം. ജൂതിടാൻ പാടില്ല, വേറെ ഇടണം. ഉത്തരവ്. ഞാനിതന്നെ എടുത്തുള്ളു. ഈ ഡ്രസ്സും കുപ്പായ മര്യാദക്ക് മാറ്റി വന്നിട്ടാ. ഉത്തരവ് പ്രഭു. വാ.